നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. പ്രതിഭയോ? അച്ഛനും അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അതുപോലെ തന്നെയാ. ഒന്നും പറയാറായിട്ടില്ലെന്നാ പറയുന്നത്. വിഷമിക്കാണ്ടിരിക്കെ, എല്ലാം ശരിയാവും. ഇരിക്കെ. എല്ലാം കാണാനോ അനുഭവിക്കാനും എന്നെ മാത്രം ബാക്കി വെച്ചു ഈശ്വരൻ. അതാ എന്റെ സങ്കടം. എന്റെ പ്രാണനെടുത്താലും എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരാപത്തും വരുത്താതിരുന്നാ മതിയായിരുന്നു. ഇങ്ങനെയൊന്നും പറയാതെ മനീഷ, നീ തളരരുത്. എനിക്ക് ആരാ ഉള്ളത്? ജീവിതത്തിൽ ശരിക്കും തനിച്ചായ പോലെ തോന്നുന്നു. അങ്ങനെയൊന്നും കരുതണ്ട, ഞങ്ങളെല്ലാവരും കൂടെയില്ലേ. അത് ആകെയുള്ളൊരു സമാധാനം. ഇന്നലെ രാത്രി സത്യേട്ടനും കൂടെ എന്റെ അടുത്ത് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. അത്രയ്ക്ക് തനിച്ചായൊരു ദിവസമായിരുന്നു. സത്യൻ സാറ് ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പാ ഡ്രസ്സ് മാറി ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞു പോയത്. അതുവരെ എന്റെ എല്ലാ കാര്യത്തിനും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതെന്തായാലും നന്നായി. സത്യം പറയാലോ, സത്യേട്ടന്റെ വില ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കുന്നത്. ഞാൻ നഷ്ടമാക്കിയത് വിലമതിക്കാനാവാത്ത ഒന്നായിരുന്നു. ഒന്നും ഓർത്തും വിഷമിക്കണ്ട, സമാധാനായിട്ടിരിക്കും. മനീഷ് ഒരിക്കലും തനിച്ചാവില്ല. സത്യൻ സാർ എന്തായാലും അതിന് അനുവദിക്കുകയില്ല. അതെനിക്ക് ഉറപ്പാ. ആ ഒരു വിശ്വാസത്തിലാ ഞാനും ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി, വന്നേല് താങ്ക്സ്. ഹോട്ടലിൽ പ്രൊഡ്യൂസ് ചെയ്യാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ആ, ഏട്ടന്റെ പേരിൽ കേസുണ്ടോന്ന് അറിയാൻ വന്നാണോ? എന്താ സർ, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ താനൊന്നും അറിഞ്ഞില്ലേ? തന്റെ ഏട്ടന് എന്ത് ഭാവിച്ചാ? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അയാള്. എന്താ സർ, എന്താ ഉണ്ടായത്?
എനിക്ക് ആളെ മനസ്സിലായതാ. പിന്നെ തന്നെ ഓർത്താ ഞാൻ SI സാറിനോട് പറയാതിരുന്നത്. ഇന്നലെ സാറിൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിലേ സുഖമായേനെ. താങ്ക് യു സർ. ഞാൻ എന്തു പറയാനാ, ഒരാൾ സ്വയം നശിക്കാൻ ഒരുമ്പിട്ട് ഇറങ്ങിയാൽ എന്ത് ചെയ്യും? സത്യനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അയാൾക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ നശിക്കുന്നത്? ശരി സർ. ഈ കാര്യം അറിയാനല്ലെങ്കിൽ പിന്നെ സത്യൻ എന്തിനാ വന്നത്? അല്ല സർ, ഞാനൊരു വിവരം അറിയാൻ വേണ്ടി വന്നതാ. അന്ന് മാലമോഷണ കേസിൽ അറസ്റ്റിലായ സഞ്ജു ഇല്ലേ, അയാളുടെ വിവരം അറിയാൻ വേണ്ടി വന്നതാ. അവനോ? അവൻ ആ കേസിൽ നിരപരാധിയാ. അവൻ വിറ്റ ബൈക്ക് ഉപയോഗിച്ച് വേറൊരുത്തൻ ഒപ്പിച്ച പണിയായിരുന്നു. സത്യം ബോധ്യപ്പെട്ടപ്പോ അവനെ വെറുതെ വിട്ടു. ആ ആണോ? എനിക്കത് അന്നേ തോന്നിയതാ. അയാളത്ര മോശക്കാരനല്ല. പിന്നെ സാർ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എനിക്ക് ആ സഞ്ജുവിന്റെ അഡ്രസ്സിൻ്റെ അടുത്ത് തരുമോ? അതിനെന്താ സത്യ, താൻ വാ. ആ ആ ഇത് അഡ്രസ്. ആ ഇത് വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തു. ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഓ ആ താങ്ക് യു സർ. ഓക്കെ. വാ പോവാ. എടാ, ഞാൻ കരിക്ക് വാങ്ങിക്കാൻ ഇറങ്ങിയതാ. നീ പറ. ഡാ ഞാൻ എൻ്റെ അങ്കിളിനെ കൊണ്ട് കോവളത്ത് ആ ഹോട്ടലിൽ റൂം പറഞ്ഞിട്ടുണ്ട്. നീ അവളെ കൊണ്ട് നേരെ അങ്ങോട്ട് വിട്ടു. എടാ, അവൾ എങ്ങനെയെങ്കിലും മുന്നിൽ പോകുന്ന ബസ്സിനെ പിടിക്കാൻ പറഞ്ഞോണ്ടിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. എന്ത് ചെയ്യും? എടാ മണ്ട, നോർമൽ കണ്ടീഷനിൽ അവളോട് ഒരു ഊട്ടായ്പ നടക്കില്ല എന്ന് നിനക്കറിയാലോ. നിന്റെ മരുന്നുണ്ടോ? ഇത് കരിക്കും വെള്ളത്തിൽ ചേർത്ത് കൊടുക്ക്. പിന്നെ അവള് കോവളത്ത് എത്തുമ്പോഴേക്കും ഒരു പാകമാവും. ശരിയടാ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ.